ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെലിവറി ബഡ്ഡി മലയാളം. ഇന്ന് നമ്മൾ ഓഫീസിലാണുള്ളത്. പലരും ചോദിക്കാറ്, ബ്രോ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഡെലിവറി തീർക്കുന്നതെന്ന്. അതിന്റെ സീക്രട്ട് കിടക്കുന്നത് നമ്മൾ റൂട്ടിൽ ഇറങ്ങുന്നതിന് മുൻപ് ചെയ്യുന്ന ചില കാര്യങ്ങളിലാണ്. പണി എളുപ്പമാക്കാൻ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഏരിയ പഠിക്കുക എന്നതാണ്. നമ്മൾ പോകുന്ന റൂട്ടിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ആ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിലോ അടി വിചാരിക്കേണ്ട. ഹബ്ബിലുള്ള സീനിയേഴ്സിനോടോ അല്ലെങ്കിൽ ആ ഏരിയ അറിയാവുന്നവരോടോ ചോദിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം ഈ കിടക്കുന്നത് കണ്ടോ, സോർട്ടിംഗ്. ഇതാണ് നമ്മുടെ ജോലിയുടെ നട്ടല്. പാക്കേജുകൾ വെറുതെ വാരി വലിച്ചിടാതെ ആദ്യം കൊടുക്കേണ്ടത് ആദ്യവും അവസാനം കൊടുക്കേണ്ടത് അവസാനവും വരുന്ന രീതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പാക്കറ്റുകൾ കാണും. അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചില്ലെങ്കിൽ എന്തുണ്ടാവും, ഒരേ വീട്ടിൽ തന്നെ നമ്മൾ രണ്ട് ഇനി മൂന്നാമത്തെ കാര്യം പാക്കിംഗ് ടിങ്. നമ്മൾ സോർട്ട് ചെയ്ത സാധനങ്ങൾ ഐഡിയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാഗിലേക്ക് വെക്കണം. ഇവിടെയാണ് പലർക്കും അബദ്ധം പറ്റാറുള്ളത്. സിമ്പിളായി പറഞ്ഞാൽ അവസാനം കൊടുക്കേണ്ട സാധനം ബാഗിന്റെ ഏറ്റവും അടിയിലും ആദ്യം കൊടുക്കേണ്ട സാധനം ബാഗിന്റെ ഏറ്റവും മുകളിലും വരണം. എങ്കിലേ റൂട്ടിലെത്തി ബാഗ് തുറക്കുമ്പോൾ സാധനം തപ്പിയെടുക്കാതെ കയ്യിൽ കിട്ടും. ആദ്യം ഡെലിവറി ചെയ്യാനുള്ള ഒരു 5 പേരെങ്കിലും ഒന്ന് വിളിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ വലിയ ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കസ്റ്റമറെ നിർബന്ധമായും വിളിച്ചിരിക്കണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഈ വലിയ സാധനവും കൊണ്ട് അവിടെ എത്തിയിട്ട് കസ്റ്റമർ വീട്ടിലില്ലെങ്കിൽ അത് വലിയൊരു ബാധ്യതയാണ്. അതുകൊണ്ട് വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വലിയ ഐറ്റംസ് വണ്ടിയിൽ കയറ്റുക. അപ്പം മച്ചാമാരെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ടെൻഷൻ ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ഡെലിവറി തീർക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.